ഈ നല്ല സമയത്തിൽ നിങ്ങളോട് ഒരുമിച്ച് ചില ചിന്തകൾ കൂടെ പങ്കുവയ്പ്പാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആഭരണ വർജനത്തെക്കുറിച്ച് ഞാൻ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചപ്പോൾ വളരെ ശക്തമായ കമന്റുകളിൽ നിന്ന് പ്രചോദനം ലഭിച്ച ഒരു വിഷയം നിങ്ങളുമായി സംസാരിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ആഭരണം വർജിക്കുന്നത് നല്ലതാണോ ശരിയാണോ എന്നതിനപ്പുറത്ത് ആഭരണം വർജിച്ച വ്യക്തികൾ ധരിക്കുന്ന വസ്ത്രധാരണത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് എന്താണ് ഒന്നും പറയാത്തത് എന്നൊരു ചോദ്യം വന്നിരുന്നു. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് അത് ഉചിതമോ അനുചിതമോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ വസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഉദ്ദേശശുദ്ധിയെക്കുറിച്ചും എല്ലാം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടിയാണ്. രണ്ട്, പ്രത്യേക പർപ്പസുകൾക്ക് വേണ്ടി, നിങ്ങളുടെ യൂണിഫോമായിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റിയെ തെളിയിക്കാൻ വേണ്ടിയോ നിങ്ങളുടെ മാന്യത പ്രകടമാക്കാൻ വേണ്ടിയോ ഒക്കെ നിങ്ങൾക്ക് വസ്ത്രം ആ വിധത്തിൽ ധരിക്കാവുന്നതാണ്. എന്നാൽ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നഗ്നത മറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ധരിച്ചാലും ഏത് സമയത്ത് ധരിച്ചാലും ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ നഗ്നതകൾ പൂർണ്ണമായും മറയപ്പെടണം എന്നുള്ളതാണ്. ഇന്നത്തെ വസ്ത്രധാരണ രീതികളിൽ പല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം സത്യമാണ്. ഈ ആധുനിക ലോകത്തിൽ മറ്റുള്ളവരുടെ ജീവിത രീതികൾ അനുകരിക്കാതെ ക്രിസ്തീയ ജീവിതത്തിന് വിശുദ്ധമാകുന്ന നിലയിൽ നിന്നുകൊണ്ട് വസ്ത്രം ധരിപ്പാനും നേരോടെ നിർഭയം ജീവിപ്പാനും ദൈവം നമ്മെ അനുവദിക്കുമാറാകട്ടെ. നമ്മുടെ വസ്ത്രധാരണം നഗ്നത മറയ്ക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശമെങ്കിൽ നഗ്നത വെളിപ്പെടാതെ വണ്ണം വസ്ത്രങ്ങൾ കൃത്യമായും വൃത്തിയോടെയും ധരിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. രണ്ട്, അതിൻ്റെ ഉദ്ദേശശുദ്ധിയാണ്. നിങ്ങൾ എന്തിനു വേണ്ടി എന്ത് ധരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. ഓരോ സാഹചര്യം അനുസരിച്ച് വസ്ത്രധാരണങ്ങൾക്ക് വ്യത്യാസം വന്നെന്ന് വരാം. നമ്മൾ യൂണിഫോം ധരിക്കുമ്പോൾ നമ്മുടെ യൂണിറ്റിയെ കാണിക്കാൻ വേണ്ടിയാണ് അത് ഉപകരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർ വസ്ത്രം ധരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റിയെ തെളിയിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വിശിഷ്ടമായ അനുഭവങ്ങളിൽ വിശിഷ്ട വസ്ത്രം ധരിച്ച് നമ്മുടെ ഐഡന്റിറ്റിയെ തെളിയിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ പ്രധാനമായും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നഗ്നത മറയ്ക്കുക എന്നുള്ളതും, രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് എന്തെന്ന് കാണിക്കേണ്ടതിനുമാണ്. ഇത് രണ്ടും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വസ്ത്രധാരണത്തിൽ വ്യത്യാസങ്ങൾ വരുത്തിയാൽ മാന്യമായി വൃത്തിയായി നല്ല രീതിയിൽ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി നടപ്പാനും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാനും കഴിയും. ഇനി ഇതൊന്നും കൂടാതെ മൂന്നാമതൊരു വസ്ത്രധാരണമുണ്ട്, മൂന്നാമതൊരു രീതിയുണ്ട്. അതാണ് ഈ ചോദ്യത്തെ ഉളവാക്കുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട വസ്ത്രധാരണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മാനുഷികമായ നിലയിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, നമ്മുടെ പണവും പത്രാസും കാണിക്കാൻ വേണ്ടി ഞാൻ കുറഞ്ഞവനല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ധരിക്കപ്പെടുന്ന വസ്ത്രങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവർ തന്നെ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ പല രീതിയിലുള്ളതാകാം. അവരുടെ സമ്പന്നത അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് വില കൂടിയതും കുറഞ്ഞതും അവർ ധരിച്ചിട്ടുണ്ടാകാം. അവരെ കുറ്റപ്പെടുത്താൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. അവരുടെ ജീവിത രീതികൾ അങ്ങനെ ആയതുകൊണ്ട് അവർ ധരിക്കുന്നത് ഉചിതമായ രീതിയിൽ ധരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതും മറ്റുള്ളവർക്ക് മാതൃകയായിത്തീരുന്നതും ആകണമെന്ന് മാത്രമാണ് നാം ചിന്തിക്കേണ്ടത്. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരേ സഭയിൽ കൂടി വരുന്ന വ്യക്തികൾ സമ്പന്നരും ദരിദ്രരുമായ കൂടിയവരും ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് സമ്പന്നതയിൽ നിന്നുകൊണ്ട് ദരിദ്രരായവരെ കാണുവാനും അവർക്ക് ഇല്ലാത്തത് നൽകി കൊടുക്കുവാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അത് എത്രയോ നല്ലൊരു വശമാണ്. അവിടെയാണ് ദൈവം നിങ്ങളിൽ പ്രസാദിക്കുന്നത്. ഒരു സഭയിൽ കൂടി വരുമ്പോൾ നിങ്ങൾ മോടി കൂടിയ വസ്ത്രം ധരിച്ചു വരികയും നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കൂട്ടു സഹോദരൻ ദരിദ്രനായതുകൊണ്ട് കീറിയ വസ്ത്രം അണിഞ്ഞും ഇരിക്കുമ്പോൾ നിങ്ങൾ കൈയടിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മറ്റുള്ളവരെ കൂടെ കാണുവാനും മറ്റുള്ളവരുടെ സാഹചര്യത്തിൽ നമ്മൾക്ക് അവരുമായി ചേർന്ന് അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങൽ കൊടുക്കാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത്. രണ്ടുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൊടുക്കുവാനുള്ള ഒരു സന്നദ്ധത, അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് മാറാൻ സമ്പന്നരായ ആളുകളോട് ഞാൻ ഒന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ്. നമ്മുടെ കൂടെ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് പതിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അവരെ ഒന്ന് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും. അവിടെയാണ് യേശുവിന്റെ മനോഭാവം നമ്മളിൽ വെളിപ്പെട്ടു വരുന്നത്. ഒരു ശുശ്രൂഷകൻ ഒരു ഗ്രാമത്തിൽ കൺവെൻഷന് ശുശ്രൂഷിച്ച കഥയെക്കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്.
ആ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികൾ എല്ലാവരും ഒരുമിച്ച് കൂടി ആത്മീക കാഴ്ചപ്പാടോടുകൂടി ശുശ്രൂഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊടുക്കുന്നതിനെ കുറിച്ച് ശുശ്രൂഷകൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് 10 ഉണ്ടെങ്കിൽ അതിൽ നിന്നും 5 മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നിങ്ങൾ മാറണം. യേശു അങ്ങനെ പഠിപ്പിക്കുന്നു. എല്ലാവരും കൈകളടിക്കുന്നു, ഹല്ലേലൂയ പറയുന്നു, സ്തോത്രം പറയുന്നു, ആർത്ത് ഉല്ലസിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ദേവദാസൻ തുടർന്നു, നിങ്ങളുടെ കൈകളിൽ 6 ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് 3 മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകണം. എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുന്നു. അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു, നിങ്ങൾക്ക് 4 ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 3 ഉണ്ടെങ്കിൽ, ഒടുവിൽ അദ്ദേഹം പറഞ്ഞെത്തി, നിങ്ങൾക്ക് 2 ഉണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ, വീതിക്കുവാൻ, ഇല്ലാത്തവൻ ഒന്ന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സൈലന്റ്, ഒരു നിശബ്ദത പടർന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും നേരം സന്തോഷത്തോടെ 10 ഉണ്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറായ ഇവർ 2ന്റെ കാര്യം പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച ഉത്തരം എല്ലാവർക്കും 2 ഉണ്ടായിരുന്നവരാണ് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ചിന്താഗതി. നമ്മുടെ ആത്മീക നിലകളിൽ ഉള്ളതിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിൽ പലർക്കും ഇല്ല എന്നുള്ളതാണ്. ഇല്ലാത്തതിനെ കുറിച്ച് പരാതി പറയുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുള്ളതൊന്ന് ഷെയർ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ദ്രവ്യാഗ്രഹവും ദശാംശവും എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നിങ്ങളത് കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടില്ലെങ്കിൽ ദയവായി നിങ്ങളൊന്ന് കേൾക്കാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ദ്രവ്യമല്ല തെറ്റ്, ദ്രവ്യാഗ്രഹമാണ് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ 10 ലഭിച്ചാൽ നമ്മൾ അതിൽ നിന്നും 1 കൊടുക്കാൻ തയ്യാറാകും. 20 ലഭിച്ചാൽ 2 കൊടുക്കാൻ തയ്യാറാകും. എന്നാൽ അത് 100 ആയാലോ നമ്മൾ ഒരല്പം മടിക്കും. ഇനി അതൊരു 1000 ആയാലോ പോട്ടെ, ഇനി അത് 10,000 1,00,000 ആയാലും അതിൽ നിന്നും ഒരല്പം പിടിച്ചിട്ടേ നമുക്ക് കൊടുക്കാൻ മനസ്സ് നമ്മളെ അനുവദിക്കുകയുള്ളൂ. നമ്മളിൽ സമ്പത്ത് വളർന്നു വരുമ്പോൾ നമ്മൾ മാനുഷികമായ കാര്യങ്ങളിൽ ദരിദ്രരായി മാറും എന്നുള്ളത് വാസ്തവമാണ്. ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവർ മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത് കാണാൻ കഴിയും. എന്നാൽ സമ്പത്തുള്ളവരെ, എല്ലാവരെയും അല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്, എന്നാൽ സമ്പത്ത് അധികമായി വർദ്ധിച്ചു വരുന്ന പലരെയുമായും നാം സമീപിക്കുമ്പോൾ അവരിൽ നിന്നും നന്മകൾ പ്രാപിപ്പാനും അവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതിനും ഒരു ലിമിറ്റ് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ആത്മീക വിഷയങ്ങൾക്കും ഭൗതിക കൂട്ടായ്മകൾക്കും സമ്പത്ത് ഒരു നഷ്ടമായി മാറാതവണ്ണം, തടസ്സമായി മാറാതവണ്ണം തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനും കഴിയട്ടെ. നമ്മുടെ സമ്പന്നതയിൽ നമുക്ക് വസ്ത്രങ്ങൾ ധാരാളം ഉള്ളപ്പോൾ മറ്റുള്ളവർക്ക് കൂടി കരുതുവാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുവാനുള്ള ഒരു സന്നദ്ധതയും മാനസിക വിശാലതയും ദൈവം നമുക്ക് നൽകി തരുമാറാകട്ടെ. സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവരാജ്യത്തിൽ കടക്കുകയില്ലെന്ന് തിരുവചനം പറയുന്നത്. നമുക്ക് മുൻപിൽ നേരിട്ട് കാണാൻ പറ്റുന്ന നമ്മുടെ സഹവിശ്വാസികളാകുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സ്നേഹിക്കാനും കരുതാനും അവരുമായി ചേർന്നു പോകാനും കഴിഞ്ഞില്ലെങ്കിൽ, അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങൽ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, കാണാത്ത ദൈവത്തെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും? ഈ ലോകത്തിൽ ജീവിക്കാനായി ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന സാവകാശത്തിൽ, സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് നമ്മുടെ സ്നേഹമല്ല, നമ്മളിലൂടെ വെളിപ്പെടുന്ന ദൈവസ്നേഹമാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ധരിച്ചാലും എപ്പോൾ ധരിച്ചാലും, വില കൂടിയതോ വില കുറഞ്ഞതോ ധരിച്ചാലും ഇന്നും വൃത്തിയുള്ളതും ഭംഗിയുള്ളതും ധരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വിലയിലല്ല കാര്യം, വൃത്തിയിലാണ് കാര്യം. അതുകൊണ്ട് നിങ്ങൾ സഭയിൽ പോകുമ്പോഴോ, നിങ്ങളൊരു കൂട്ടം കൂടുമ്പോഴോ, മറ്റ് സാഹചര്യങ്ങളിലോ സ്ഥലങ്ങളിലോ നിങ്ങൾ ചെന്നെത്തുമ്പോഴോ നിർബന്ധമായും നിങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയി വസ്ത്രധാരണം ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. വിഷയം ആഭരണം ധരിക്കാത്തവർ വില കൂടിയ വസ്ത്രം ധരിക്കുന്നത് ഉചിതമാണോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എന്ത് ധരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. എന്നാൽ അത് മറ്റുള്ളവർക്ക് നിന്നയാകുന്ന രീതിയിൽ, മറ്റുള്ളവർ കുറ്റം പറയത്തക്ക രീതിയിലേക്ക്, മാതൃക ഇല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നിങ്ങൾ കൂടി വരുന്ന സഭയിൽ നിങ്ങൾ സമ്പന്നരായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവർ ഒരു കീറിയ വസ്ത്രം ധരിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോടൊരു ദയ തോന്നണം. അതിൽ നിന്നും ദൈവം പ്രസാദിക്കുന്ന അനുഭവങ്ങൾ കാണുവാൻ മറ്റുള്ളവർക്കും കഴിയട്ടെ. ആ സാഹചര്യത്തിൽ നിങ്ങൾ വില കൂടിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ പോലും അതൊരു പുകഴ്ചയ്ക്കും മഹത്വത്തിനും കാരണമായി തീരും. കാരണം നിങ്ങൾ വില കൂടിയ വസ്ത്രം ധരിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കൂടെ കൺസിഡർ ചെയ്യാൻ ഉള്ള മനോഭാവം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ദൈവം നമുക്ക് തരുന്ന നന്മയിൽ, ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളിൽ, നമ്മുടെ സമ്പന്നതയിൽ നമ്മൾ സെൽഫിഷ് ആയി പോകാതെ വണ്ണം മറ്റുള്ളവരിലേക്ക് കൂടെ നമ്മുടെ കരുതലുകളെ വെളിപ്പെടുത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനി ഏറ്റവും അതിപ്രധാനമായ വിഷയം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ എന്ത് ധരിക്കുന്നു എന്ത് ധരിക്കുന്നില്ല എന്നുള്ളതല്ല. നിങ്ങളുടെ വസ്ത്രധാരണ രീതികൾ ഏത് വിധേനയായാൽ പോലും നിങ്ങൾ ഇന്ന് ധരിച്ചിരിക്കുന്നത് ആരെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവൻ ധരിക്കുന്നത് ക്രിസ്തുവിനെയാണെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിത രീതികളിൽ, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളെ കാണുന്നവർ നിങ്ങളുടെ വസ്ത്രത്തെ അല്ല കാണേണ്ടത്, നിങ്ങളിലുള്ള ക്രിസ്തുവിനെ അവർ കാണട്ടെ.
ആ ഒരു അനുഭവത്തിൽ നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തികളും നിങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല. കാരണം നിങ്ങളെ കാണുന്നവർ നിങ്ങളെയല്ല കാണുന്നത്, ക്രിസ്തുവിനെയാണ് കാണുന്നത്. ഞാൻ കേട്ടൊരു കഥ ഇപ്രകാരമുണ്ട്. ഒരിക്കൽ ഒരു തൊഴിലാളിയും ഒരു മുതലാളിയും അവരുടെ ജന്മദിനം ഒരേ ദിവസമായതുകൊണ്ട് തന്നെ തമ്മിൽ അവർ ഗിഫ്റ്റുകൾ കൈമാറാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മുതലാളി പോയി ഒരു വസ്ത്രം തിരഞ്ഞെടുക്കുന്നു. തൻ്റെ തൊഴിലാളിയായ ആ ദരിദ്രനായ ആ വ്യക്തിക്ക് വേണ്ടി അവനിടുന്ന സാധാരണ രീതിയിലുള്ള ഒരു വസ്ത്രം വാങ്ങി അവന് ഗിഫ്റ്റായി കൈമാറാൻ തീരുമാനമെടുക്കുന്നു. എന്നാൽ ആ തൊഴിലാളി തൻ്റെ മുതലാളിക്ക് കൊടുക്കുന്ന വസ്ത്രം കുറഞ്ഞു പോകരുത്, ആ വ്യക്തി ഇടുന്ന വസ്ത്രങ്ങൾ എന്നും വില കൂടിയ വസ്ത്രങ്ങൾ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്നൊരു കടയിൽ ചെന്നിട്ട് തൻ്റെ കയ്യിലുള്ള സകല സമ്പാദ്യവും കൊടുത്ത് ഒരു വസ്ത്രം വാങ്ങി മുതലാളിയുടെ കയ്യിൽ കൊടുക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. തൊഴിലാളിക്ക് ലഭിച്ചത് അവനിടുന്ന സാധാരണ രീതിയിലുള്ള വസ്ത്രവും, മുതലാളിക്ക് ലഭിച്ചത് താൻ ഇടുന്ന വില കൂടിയ വസ്ത്രവും. ദരിദ്രന് കൊടുത്തത് സമ്പന്നനായ മുതലാളിയും, മുതലാളിക്ക് കൊടുത്തത് ദരിദ്രനായ തൊഴിലാളിയും. നോക്കിക്കേ, നമ്മുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ എന്ത് ധരിക്കുന്നു, എന്ത് ധരിക്കാതിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നിങ്ങളുടെ മനോഭാവങ്ങൾ മാറട്ടെ എന്നേ. നിങ്ങളെ കാണുന്നവർ നിങ്ങളിലൂടെ ക്രിസ്തുവിനെ കാണട്ടെ. അതുകൊണ്ട് ഇന്ന് ക്രിസ്തുവിനെ ധരിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ, ഇന്ന് ക്രിസ്തുവിനെ ധരിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കാന്തയും തന്നെ ഒരുക്കി കാത്തിരിക്കുന്നു, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കാൻ അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് അല്പമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കാൻ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, അന്ന് കുഞ്ഞാടിന്റെ കാന്തയായി മാറുന്ന നമുക്ക് ധരിക്കാൻ വേണ്ടി ഒരു വിശേഷ വസ്ത്രം നെയ്യുന്നത് ആരാണ്? കാന്ത തന്നെയാണ്. അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഒരുക്കപ്പെടുമ്പോൾ, ഇന്ന് ഞാൻ ക്രിസ്തുവിനെ ധരിച്ചാൽ അന്ന് കുഞ്ഞാടിന്റെ കല്യാണത്തിൽ വിശേഷ വസ്ത്രം ധരിക്കാൻ ഞാൻ പ്രാപ്തനായി മാറും. അതുകൊണ്ട് ഇതൊന്നും നമ്മെ ഈ ലോകത്തിൽ പിടിച്ചു നിർത്തുന്നതോ ഈ ലോകപരമായ ചിന്തകൾക്ക് അധീനപ്പെടുത്തുന്നതോ ആകരുത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുൻപിലുള്ള ഒരു വിശേഷ വസ്ത്രം ധരിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണെന്ന യാഥാർത്ഥ്യം മറന്നു പോകാതെ ആ ഒരു തിരിച്ചറിവിൽ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പറഞ്ഞു നിർത്തുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ എന്ത് ധരിച്ചാലും വൃത്തിയായി നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നിങ്ങളുടെ നഗ്നതകൾ വെളിപ്പെടാതെ വണ്ണം, നിങ്ങൾ ഏത് പർപ്പസിന് പോകുന്നു ആ പർപ്പസിന് ഉചിതമാകുന്ന വണ്ണം ഭംഗിയായി വസ്ത്രം ധരിച്ച് ദൈവത്തിന് അനുരൂപപ്പെട്ട് ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആരെയും കുറ്റപ്പെടുത്താതെ ഉചിതമാകുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപയും പ്രാപ്തിയും ദൈവം നിങ്ങൾക്ക് നൽകി തരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.